ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ തീരുമാനിക്കാം. പക്ഷേ അതിന് ഗൗതം സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ ഗൗതമിന് മുമ്പിൽ ചെന്നാലല്ലേ എന്നെ വിടാതിരിക്കൂ. ഞാൻ നിന്ന് സമയം കളയുന്നില്ല. ഇപ്പൊ തന്നെ പ്രിൻസിപ്പളിനെ കണ്ട് രാജിക്കത്ത് കൊടുക്ക. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. ഗൗതമിന് നിനക്കും ഒരിക്കലും പിരിഞ്ഞ് ജീവിക്കാനാവില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതങ്ങനെ തന്നെ സംഭവിച്ചേ മതിയാവൂ ആന്റി. ഞാൻ കൂടെ ഇല്ലെങ്കിലും ഗൗതം സന്തോഷത്തോടെ ജീവിക്കണം. അത്രമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്റെ കൈവിട്, ഞാൻ പോട്ടെ. നിധി, എക്സ്ക്യൂസ് മീ മാഡം. വാ നിധി. ഞാൻ നിധിയൊന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. ഒരു ടീച്ചർ ഗൾഫിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ നിധിയോട് ടീച്ചർ പോസ്റ്റ് 2 മാസം കഴിഞ്ഞ് വേക്കൻ്റ് ആവുമെന്ന് പറഞ്ഞത്. ആ ടീച്ചർ ഇന്ന് തൊട്ട് ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അവരെ കുറിച്ച് നേരത്തെ പോവാന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നിധി ടീച്ചർ ജോയിൻ ചെയ്തോളൂ. ഇന്നത്തോടെ ഈ ആയ ജോലി അവസാനിപ്പിക്കാലോ. ഞാൻ വന്നതും ജോലിയുടെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് മാഡം. എന്താ? ഈ ജോലി ഞാൻ രാജിവെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗൗതമിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ബിസിനസ്സാണ് സാർ എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ. അത് മുടങ്ങിപ്പോയാലെല്ലാം തകരും. ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് സാർ ഞാൻ. ഗൗതമിനെ പോലെ ഒരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, അല്ലാതെ ഡിസപ്പോയിന്റഡ് ആവുകയല്ല വേണ്ടത്. ഒരു സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിന് 2 കോടി രൂപ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പമല്ലേ സാർ? അല്ലെങ്കിലും കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഗൗതമിനെ പോലെ മിടുക്കനായ ഒരാൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട സമയമാണിത്. ഗൗതം ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവം ആയിരിക്കില്ല ന്യൂ കമർ എന്ന നിലയിൽ ഇപ്പോ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലം അതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കേണ്ടി വരും. എത്തിക്സിനേക്കാൾ വലുതാണ് തന്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൗതമിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? ആ പ്രോജക്റ്റ് നടക്കണം. അത് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം. മാത്രമല്ല, ഗൗതമിനെ പോലൊരു ബിൽഡർ ആഗ്രഹിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. ശരിയല്ലേ? 200 കോടിയുടെ പ്രോജക്റ്റ് അല്ലേ ഗൗതം? ഒരു 2 കോടി നമ്മൾ കളത്തിലിട്ട് കളിക്കുന്നു എന്ന് കരുതിയാൽ മതി. അത് നമുക്ക് പ്രോജക്റ്റിൽ നിന്ന് തിരിച്ചു പിടിക്കാനും സാധിക്കും. സാറിനെ പോലെ ഒരാള് ഇങ്ങനെ പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാലത്തിനനുസരിച്ച് കോലവും മാറണമല്ലോ, ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ എനിക്ക് ഒരു അഡ്വൈസേ തരാനുള്ളൂ. വെറുതെ ഉദ്യോഗസ്ഥരെ പിണക്കാൻ നിൽക്കേണ്ട ഗൗതം. മുന്നോട്ടുള്ള യാത്ര അങ്ങനെയാണെങ്കിൽ അത്ര സേഫ് ആവില്ല. ഇതൊരു തുടക്കമല്ലേ. പഴയതുപോലുള്ള പൊസിഷനിലേക്ക് ഗൗതം തിരിച്ചെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ വരച്ച വരയിൽ കളത്തിൽ നിർത്തി തുള്ളിക്കാന്നേ. അപ്പോ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാനാണോ സാറ് പറയുന്നത്? കൈക്കൂലിയാണെന്ന് ചിന്തിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് അയാളുമായി ഷെയർ ചെയ്യുന്നു. സിമ്പിൾ. ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ഗൗതം. പ്രായോഗിക ബുദ്ധിയാണ് ഞാൻ പറഞ്ഞത്. ടെൻഷനും ഒഴിവാവും. ഗൗതമിന് ഗൗതമിന്റെ ലക്ഷ്യം നിറവേറ്റാനും കഴിയും. എന്തു പറയുന്നു? ഇനിയിപ്പോ സാറുകൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്, പക്ഷേ ഈ 2 കോടി അത്ര നിസ്സാര തുകയല്ലല്ലോ. എന്താ, അത്ര വലിയൊരു ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഗൗതമിന്? സത്യം പറഞ്ഞുകൊണ്ട് സാർ. അതിൽ താൻ വറീഡാവണ്ട. ഈ പ്രോജക്റ്റ് ഒരു 4 ടൈം പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 2 CR ഞാൻ തരാം. സാറ് തരാന്നോ? എങ്ങനെ? എന്തുറപ്പിൽ? അത് സിമ്പിൾ ആണ് ഗൗതം. തന്നെ കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് എന്റെ ഉറപ്പ്. ഞാൻ തരുന്ന 2 കോടി ഗൗതം എനിക്ക് തിരിച്ചു തരണ്ട. പകരം
അതിന് തുല്യമായ 1 or 2 ഫ്ലാറ്റ്. എന്താ, ഓക്കെ അല്ലേ? തന്റെ പുതിയ പാർവതി ബിൽഡേഴ്സിൽ എനിക്ക് ഒരു സ്പേസ് അത് തന്നാ മതി. ഷുവർ സർ, അതിൽ പ്രശ്നമില്ല. എങ്കിൽ ഡോണ്ട് വറി, എത്തിക്സ് ഒക്കെ വിട്ടേക്ക് ഗൗതം. തൽക്കാലം കാര്യം നടക്കട്ടെ, ഞാൻ ചെക്ക് എഴുതി തരാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു എന്നതൊരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയൂ. നോക്ക് നിധി, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതെ മാഡം. ഗൗതമിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഞാൻ ഗൗതമിനെ വിട്ടു പോയേ മതിയാവും. നിങ്ങൾ രണ്ടുപേരെ എനിക്കറിയാം. നിങ്ങൾക്കിടയിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാ. സത്യം പറഞ്ഞ നിങ്ങളുടെ കാര്യത്തില് എനിക്ക് അസൂയ പോലും തോന്നിയിട്ടുണ്ട്. ആലോചിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഒരു തെറ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നും. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ശരിയാണ്. ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഗൗതമിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കൂടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒഴിഞ്ഞു മാറിക്കൊടുത്താൽ ഗുണം ഉണ്ടാവുമെങ്കിൽ വേദനയോടെ ആണെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. പ്ലീസ് മാഡം, ഞാൻ പൊയ്ക്കോട്ടെ. നിധി ആഗ്രഹിച്ച ടീച്ചർ ജോലി ഇപ്പൊ കൈയെത്തും ദൂരത്തുണ്ട്. പക്ഷെ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ച് നിധി ഇറങ്ങി പോവുകയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തന്നിട്ട് പൊയ്ക്കോളൂ. ദാ. മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇറങ്ങുവാണ്. മാഡം, ഒരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്.